എന്താണ് അതിന്റെ അലോപ്പതി പേര് വന്നത്? അലോ എന്ന് പറഞ്ഞാൽ സാധാരണ അഗെയിൻസ്റ്റ് എന്നാണ്. നിലവിലുള്ള ചികിത്സയ്ക്ക് എതിരായിട്ടുള്ള ചികിത്സ എന്നാണ് വാസ്തവത്തിൽ അലോപ്പതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അലോപ്പതി എഗെയിൻസ്റ്റ് എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം സൈഡ് എഫക്ട്സിന്റെ ഒരു കാര്യമാണ്. അപ്പൊ അതില് സൈഡ് എഫക്ട്സ് മോഡേൺ മെഡിസിൻ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അവര് സൈഡ് എഫക്ട് മാത്രമല്ല, കോൺട്രാ ഇൻഡിക്കേഷൻസ്, കെമിക്കൽ ഇന്ററാക്ഷൻസ് ഒക്കെ. അപ്പോൾ ഇത് എല്ലാ മാസവും അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഓരോ മെഡിസിൻ്റെയും. അപ്പോൾ അധികം ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ് സൈഡ് എഫക്റ്റ് എന്ന്. പക്ഷെ അറിയാത്തൊരു കാര്യമാണ് കോൺട്രാ ഇൻഡിക്കേഷൻസ് ആൻഡ് കെമിക്കൽ ഇന്ററാക്ഷൻസ്. അപ്പൊ അതെന്താ? രണ്ട് കാര്യമാണ്. ആദ്യം പറഞ്ഞത് സൈഡ് ഇഫക്ട്സ് എന്നുള്ളതിൽ നിന്നാണ് അലോപ്പതി എന്ന് വന്ന് അല്ല. വാസ്തവത്തിൽ അന്ന് സമൂലനിമാവിന്റെ കാലത്ത് ഉണ്ടായ ചികിത്സാ രീതിയെ അതിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് അന്ന് അലോപ്പതി എന്നുള്ള പേര് വന്നത്. അല്ലാതെ കോൺട്രാ ഇൻഡിക്കേഷൻസോ മറ്റു കാര്യമോ പരിഗണിച്ചിട്ടല്ല. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം, കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതായത് നാം ഒരു മെഡിസിൻ ഉപയോഗിക്കുന്ന സമയത്ത് മോഡേൺ മെഡിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ സമഗ്രതയാണ്. അതായത് ഒരു മരുന്ന് നാം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ മരുന്നിന് എന്ത് പ്രവർത്തിക്കുന്നു, അതിൻ്റെ ടോക്സിക്കോളജി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാം പരിഗണിച്ചിട്ടാണ് ഒരു മെഡിസിൻ ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെയാണ് മരുന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മരുന്നിന് നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രതികരണം ഉണ്ടാക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ അനുകൂലമല്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കാം. അതിനെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് ശരിക്ക് മോഡേൺ മെഡിസിൻ നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ കോൺട്രാ ഇൻഡിക്കേഷൻ എന്നുള്ളതും അതിന്റെ സൈഡ് എഫക്റ്റ് എന്നുള്ളത് അതിന് നെഗറ്റീവായിട്ടുള്ള സംഗതിയല്ല, അതിന്റെ സമഗ്രതയാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിലൂടെ.